ഇന്നലത്തെ IPL 2025 ചെന്നൈ വേഴ്സസ് പഞ്ചാബ് ഈ മത്സരത്തിൽ വലിയൊരു അത്ഭുതം 6-7 വർഷങ്ങൾക്ക് ശേഷം നടന്നിരിക്കുകയാണ്. ചെന്നൈ 180 മേലെ ഒരു സ്കോർ ചേസ് ചെയ്തിട്ട് അത് ഇന്നലെ 200 എത്തിച്ചു. 219 ആയിരുന്നു പഞ്ചാബിന്റെ സ്കോർ. 200 മേലെ പഞ്ചാബ് സ്കോർ ചെയ്തപ്പം തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പഞ്ചാബിന്റെ കയ്യിലായി ഈ കളിന്ന്. ഇനിയും പഞ്ചാബിന്റെ വിജയ് ശില്പിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പ്രിയാൻ ഷാരിയ 39 ബോളില് സെഞ്ചുറി തെളിച്ചിരിക്കുന്നു. ഒരു അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയറിന്റെ ഫാസ്റ്റസ്റ്റ് IPL സെഞ്ചുറി. ആമ്പോ പൊളി. ശരിക്കും പറഞ്ഞ പഞ്ചാബിന്റെ ജീവവായുവായിരുന്നു ഈ ഇന്നിങ്സ്. ഒരു സ്റ്റേജില് പഞ്ചാബ് 83 റൺസിന് 5 വിക്കറ്റ് നഷ്ടത്തില് പ്രഷറിന്റെ പരമ കോടിയിൽ എത്തി നിൽക്കുകയാണ്. ഓപ്പണറായിട്ട് ഇറങ്ങി ക്രീസിൽ നിൽക്കുന്ന പ്രിയാൻഷ് കണ്ടത് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന എല്ലാവരും സിംഗിൾ ഡിജിറ്റില് ബൈ ബൈ പറഞ്ഞ് കൂടാരം കിടന്നതാണ്. ആ സമയത്ത് 8 ഓവർ കഴിയുമ്പോ 83 റൺസിന് 5 വിക്കറ്റ്. പഞ്ചാബ് ശരിക്കും പറഞ്ഞ അവിടെ തളർന്നു. പക്ഷേ പ്രിയാൻഷ് ഇതിലൊന്നും വീണില്ല. അവൻ കളി തുടർന്നു. അവൻ പൊരുതി പഞ്ചാബിന് വേണ്ടി. പ്രിയാൻഷിന്റെ ഈ തീരുമാനത്തിന് കൂട്ടായി വന്നത് ശശാങ്കായിരുന്നു. 36 ബോളിൽ 52 റൺസ്. അതിനുശേഷം മാർക്കോ ജെൻസൺ 19 ബോളില് 34 റൺസ്. അങ്ങനെ പഞ്ചാബിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത ഈ 3 ബാറ്റ്സ്മാൻമാരുടെ മികവില് പഞ്ചാബിന് ടോട്ടൽ 219 റൺസ്. ഇങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് വീണ്ടും വരട്ടെ IPL. റിസ്കിനെ കുറിച്ച് ചിന്തിക്കാതെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന സ്ട്രാറ്റജി. ചെന്നൈയുടെ ഇന്നിംഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പവർ പ്ലേയില് വിക്കറ്റ് ഒന്നും പോകാതെ 59 റൺസ് എടുത്തു എന്ന് പറയുന്നത് തന്നെ ഒരു ഡീസന്റ് ആയിട്ടുള്ള കാര്യമാണ്. രച്ചിൻ രവീന്ദ്ര ഔട്ടായപ്പോ പിന്നെ വന്നത് ഗൈക്കോഡാണ്. മോശം ഫോം വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അദ്ദേഹം 1 റൺസിന് 3 ബോളുമായിട്ട് വീട്ടിൽ പോയി. പിന്നെ വരുന്നത് ശിവൻ ദുബെയാണ്. കോൺവേ ആങ്കറിംഗ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പതിയെ റൺസ് ചെന്നൈക്ക് വേണ്ടി അടിച്ചു കൊടുത്തു തുടങ്ങി. അങ്ങനെ ഔട്ട് ആവുമ്പോ 27 ബോളില് 42 റൺസ്. മാർക്കോ ജെൻസൺ എറിഞ്ഞ ആ 14ാമത്തെ ഓവറിൽ ശിവൻ ദുബെയും കോൺവേയും ചേർന്ന് എടുത്തത് 19 റൺസാണ്. ഇവിടെയാണ് ശ്രേയാസ് അയ്യരുടെ ക്യാപ്റ്റൻസിയുടെ മികവിരിക്കുന്നത്. യൂഷ്വലി പേസർമാർക്ക് അടി കൊണ്ട് തുടങ്ങുമ്പോ പിന്നെ വിടുന്നത് സ്പിന്നർമാരെ ആയിരിക്കും. പക്ഷെ ഇവിടെ ശ്രേയാസ് അയ്യർ ഒന്ന് മാറി ചിന്തിച്ചു. ഇവിടെ 15ാമത്തെ ഓവർ എറിയാൻ വരുന്നത് ഹർഷ്ദീപ് ആണ്. ഹർഷ്ദീപ് വിട്ടുകൊടുത്തത് വെറും 6 റൺസാണ്. സിംഗിൾസ് മാത്രം എടുക്കാനേ അവർക്ക് പറ്റിയുള്ളൂ. ഹർഷ്ദീപിന് ബോൾ കൊടുക്കാൻ അയ്യർ തീരുമാനിക്കുമ്പോ പ്രീമിയം സ്പിന്നറായ ചാഹല് ഗ്രൗണ്ടിൽ നിൽപ്പുണ്ട്. അതും ഒരു ബോൾ പോലും എറിയാതെ. വീണ്ടും 16ാമത്തെ ഓവറും 7 റൺസിൽ അവസാനിച്ചു. അതും എറിഞ്ഞത് ഒരു പേസർ. കൂട്ടത്തിൽ ഒരു വിക്കറ്റ് ഇങ്ങ് പോന്നു. ശിവൻ ദുബൈ വീട്ടിൽ പോകേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ തലെ 16ാമത്തെ ഓവറിൽ ലാസ്റ്റ് ബോളിൽ ക്രീസിൽ വരുന്നു. ചാഹലിനെ ശ്രേയാസ് ഹോൾഡ് ചെയ്ത് വെച്ചത് ധോനിക്ക് വേണ്ടിയായിരുന്നു. ആ ഓവറിൽ ചാഹൽ വഴങ്ങിയത് 9 റൺസ്. അപ്പോഴേക്കും റെക്കോർഡ് റൺ റേറ്റ് 20 എത്തിയിരുന്നു. ആരാധകരെ ശാന്തരാക്കിക്കൊണ്ട് തല അഴിഞ്ഞാടാൻ തുടങ്ങി. അടുത്ത ഓവറിൽ 2 സിക്സ് അടക്കം 16 റൺസ്. അങ്ങനെ 19ാമത്തെ ഓവറിലും കിട്ടുന്നു 15 റൺസ്. ഇനി ലാസ്റ്റ് ഓവറിൽ 6 ബോളിൽ ജയിക്കാൻ വേണ്ടി വേണ്ടത് 28 റൺസ്. പക്ഷേ ഫസ്റ്റ് ബോളിൽ തല ഔട്ടായി.